എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2022, 23, 24 വർഷങ്ങളിലെ ആനുകാലിക വിവരങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത്? ഏഷ്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കോഴിക്കോടാണ്. ഒരു സംശയവും വേണ്ട, കോഴിക്കോടാണ്. ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നതാണെന്നൊരു ചോദ്യം വന്നാൽ എവിടെയാണത്? കോഴിക്കോടാണ്. അങ്ങനെയെങ്കിൽ ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണ്. അപ്പൊ ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? റോബർട്ട് ഓവൻ ആണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ. ഫെഡറിക് നിക്കോൾസൺ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് അപ്പോൾ എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. ഇന്ത്യയിലെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് നിക്കോൾസൺ. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. അങ്ങനെയെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? അത് കോഴിക്കോടാണ്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം: 2024 ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ. 2024 ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ അലോക് ശുക്ല, ഓപ്ഷൻ ബി മഹേഷ് ചന്ദ്ര, ഓപ്ഷൻ സി രമേശ് അഥർവ, ഓപ്ഷൻ ഡി പ്രഫല ചന്ദ്ര. 2024 ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ അലോക് ശുക്ലയാണ്. ഗോൾഡ്മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അലോക് ശുക്ലയാണ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം, ഹരിത നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ഗോൾഡ്മാൻ പുരസ്കാരമാണ്. അപ്പോൾ അലോക് ശുക്ലയ്ക്ക് ഈ ഗോൾഡ്മാൻ പുരസ്കാരത്തിന് അർഹനായത് എന്തിലൂടെയാണ്? ഛത്തീസ്ഗഡിൽ 5 ലക്ഷം ഏക്കർ വന സംരക്ഷണം അല്ലെങ്കിൽ വനഭൂമി സംരക്ഷിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് ആര്? അലോക് ശുക്ല എന്ന് പറയുന്നത്. അപ്പൊ 2024 ഗോൾഡ്മാൻ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ലയാണ്. അലോക് ശുക്ല. അടുത്ത ചോദ്യം നമ്മൾ മെഡിസപ്പ് ആണ്. മെഡിസപ്പിനെ പറ്റിയുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സ് എടുത്തു നോക്കിയാൽ അതിനകത്ത് മെഡിസപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മെഡിസപ്പ് നിലവിൽ വന്നതെന്ന് 2022 ജൂലൈയില്. മെഡിസപ്പ് നിലവിൽ വന്നത് എന്നാണ്? 2022 ജൂലൈയിലാണ്. എന്താണ് മെഡിസപ്പ് എന്ന് പറയുന്നത്? സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പ് എന്ന് പറയുന്നത്. മെഡിസപ്പ് നിലവിൽ വന്നത് എന്നാണ്? 2022 ജൂലൈയിലാണ്. ഈ മെഡിസപ്പ് നടത്തിപ്പ് കരാർ ആർക്കാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്, മെഡിസപ്പ് എന്ന പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രസ്താവനകളെല്ലാം പറഞ്ഞു അല്ലെ. ഇപ്പോഴത്തെ പ്രസ്താവന ചോദ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. മെഡിസപ്പ് നിലവിൽ വന്നത് 2022 ജൂലൈയില്. നടത്തിപ്പ് കരാർ ആർക്കാണ്? ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കാണ്. ഇതെന്താണ്? സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്, മെഡിസപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ്. ക്ലിയർ ആയല്ലോ മെഡിസപ്പ് ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചതെന്ന്. അടുത്ത ചോദ്യമാണ്. ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചതെന്ന്. ഓപ്ഷൻ എ 2023 ഓഗസ്റ്റ് 13,
ഓപ്ഷൻ ബി 2023 ഒക്ടോബർ 7, ഓപ്ഷൻ സി 2023 ജൂലൈ 11, ഓപ്ഷൻ ഡി 2023 ഡിസംബർ 10 എന്നാണ് ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. എന്നാണ്? ഓപ്ഷൻ ബി ആണ് 2023 ഒക്ടോബർ 7-നാണ്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയും ഒരു ചോദ്യം വരാം. ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചു അല്ലെ? ഇതില് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യം അറിയപ്പെടുന്ന പേര് എന്തായിരുന്നു? ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. അപ്പൊ ഓപ്പറേഷൻ അജയ് എന്താണ്? ഇസ്രയേലും പാകിസ്ഥാനിലെ ഹമാസും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് എന്നാണ്? 2023 ഒക്ടോബർ 7-നാണ്. അപ്പൊ നമ്മൾ ഓപ്പറേഷൻ അജയ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ ദോസ്ത് എന്താണ്? ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്, ഓപ്പറേഷൻ ദോസ്ത് തുർക്കി ഇന്ത്യ ഭൂകമ്പ ബാധിതരുടെ പ്രദേശം അല്ലെങ്കിൽ തുർക്കി ഇന്ത്യ ഭൂകമ്പ പ്രദേശം ഇന്ത്യയുടെ രക്ഷാദൗത്യമായിരുന്നു ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തെ ഇന്ത്യയുടെ രക്ഷാദൗത്യം അറിയപ്പെടുന്ന പേരെന്താണ്? ഓപ്പറേഷൻ ദോസ്ത് എന്നാണ്. ഇനി ഒരെണ്ണോടുണ്ട്, ഓപ്പറേഷൻ ഗംഗ. എല്ലാവർക്കും അറിയാം എന്താണ് ഓപ്പറേഷൻ ഗംഗ? റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ അവിടെയുള്ളവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു എന്ത്? ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. അപ്പം ഓപ്പറേഷൻ അജയ് പറഞ്ഞു, ഓപ്പറേഷൻ ദോസ്ത് പറഞ്ഞു, ഓപ്പറേഷൻ ഗംഗ പറഞ്ഞു. ഓർത്തു വെക്കാം. ഓപ്പറേഷൻ അജയ് എന്താണ്? ഇസ്രയേല് പാലസ്തീനിലെ ഹമാസ്, ഇസ്രയേൽ ഹമാസ് യുദ്ധം. ഓപ്പറേഷൻ ദോസ്ത് എന്താണ്? ഓപ്പറേഷൻ ദോസ്ത് തുർക്കി ഇന്ത്യ ഭൂകമ്പ ബാധിത പ്രദേശം. അങ്ങനെ ഓർത്താൽ മതി. തുർക്കി ഇന്ത്യ ഭൂകമ്പ ബാധിത പ്രദേശം. അടുത്ത ഓപ്പറേഷൻ ഗംഗയുണ്ട്. ഓപ്പറേഷൻ ഗംഗ എന്താണ്? റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലം. റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലമാണ് ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അപ്പൊ ഇവിടെ പറഞ്ഞത് ഇസ്രയേലും പാലസ്തീനിലെ ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2023 ഒക്ടോബർ 7-നാണ്. ഇതിൽ ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൗത്യമായിരുന്നു ഓപ്പറേഷൻ അജയ്. ക്ലിയർ ആയി? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, സത്യജിത്ത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സത്യജിത്ത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ എ അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ ബി സുരേഷ് ഗോപി, ഓപ്ഷൻ സി കമലഹാസൻ, ഓപ്ഷൻ ഡി അനുപം ഖേർ. ഇതിൽ ആരാണ് സത്യജിത്ത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആരാണ്? ഓപ്ഷൻ ബി സുരേഷ് ഗോപിയാണ്. SRFTI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയിലാണെന്ന് ഓർത്തിരിക്കുക. സത്യജിത്ത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇവരുടെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുരേഷ് ഗോപിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടി 2024-ലാണ് 19ാം ഉച്ചകോടി നടന്നത്. അതിന്റെ വേദിയായത് എവിടെയാണ്? ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ബാക്കു, ഓപ്ഷൻ സി നെയ്റോബി, ഓപ്ഷൻ ഡി കമ്പാല. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? ഓപ്ഷൻ ഡി കമ്പാലയാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് കമ്പാല എന്ന് ഓർത്തിരിക്കുക. ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് ഏത്? കമ്പാല എന്ന് പറയുന്നത്. ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് കമ്പാലയാണ്. 18ാമത്തെ വേദി ഏതായിരുന്നു? അസർബൈജാനിലെ ബാക്കു ആയിരുന്നു. അതൊന്ന് ഓർത്തിരുന്നോണേ. 18ാമത്തെ വേദി, ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 18ാമത് വേദിയായത് അസർബൈജാൻ ബാക്കു ആയിരുന്നു. അതേപോലെ തന്നെ 19ാമത് വേദി 2024-ലെ 19ാമത്തെ വേദി ഏതായിരുന്നു? അത് ഉഗാണ്ടയുടെ തലസ്ഥാനമാണ് കമ്പാലയുടെ തലസ്ഥാനമാണ് ഉഗാണ്ട. അപ്പം കമ്പാലയാണ് ചേരി ചേര പ്രസ്ഥാനത്തിന്റെ 19ാമത് വേദി.
ക്ലിയർ ആയോ? അപ്പൊ ഉഗാണ്ടയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്പാലയാണ്. ഉഗാണ്ടയുടെ തലസ്ഥാനം ഏതാണ്? കമ്പാലയാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്? ഓപ്ഷൻ എ ഹോം, ഓപ്ഷൻ ബി നാത്താൻ കേസുകൊടു, ഓപ്ഷൻ സി സൗദി വെള്ളേക്ക, ഓപ്ഷൻ ഡി ആവാസവ്യൂഹം. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഹോം ആണോ, അതോ എന്നാത്താൻ കേസുകൊട്, സൗദി വെള്ളക്ക, ആവാസവ്യൂഹം? ഏതാണ്? ഓപ്ഷൻ സി സൗദി വെള്ളക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളക്കാണ്. സൗദി വെള്ളക്ക. സൗദി വെള്ളക്ക എന്ന ചിത്രം സംവിധാനം ചെയ്തതാരാണ്? തരുൺ മൂർത്തിയാണ്. തരുൺ മൂർത്തിയാണ് സൗദി വെള്ളക്ക എന്ന ചിത്രം സംവിധാനം ചെയ്തത്. അങ്ങനെയെങ്കിൽ 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ജയ്ദീപ് അഹ്ലത്താണ്. ചിത്രം 3 of Us. ചിത്രം 3 of Us. അപ്പം 3 of എന്ന ചിത്രത്തിൽ അഭിനയിച്ച ജയ്ദീപ് അഹ്ലത്താണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് ഷെഫാലിഷയാണ്. ഷെഫാലിഷ. ഏത് ചിത്രമാണ്? ചിത്രം 3 of Us. 3 of Us എന്ന ചിത്രത്തിനാണ് 3 of Us എന്ന ചിത്രത്തിലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ലിയർ ആയോ? 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രം സൗദി വെള്ളക്കാണ്. സൗദി വെള്ളക്ക എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? തരുൺ മൂർത്തിയാണ്. തരുൺ മൂർത്തി. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്? ഓപ്ഷൻ എ കന്യാകുമാരി, ഓപ്ഷൻ ബി കാസർഗോഡ്, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കൊല്ലം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി കാസർഗോഡ് ആണ്. ഓർത്തു വെച്ചോണേ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. NH66 ആണ് ഈ ഒറ്റത്തൂൺ മേൽപ്പാലം നിലവിൽ വരുന്നത്. അപ്പൊ എവിടെയാണ്? NH66 പാലത്തിന്റെ നീളം 1.12 കിലോമീറ്റർ ആണ്. അപ്പൊ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 1.12 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ലൈൻ നിലവിൽ വരുന്നത് എവിടെയാണ്? അത് അരൂർ മുതൽ തുറവൂർ വരെയാണ്. അരൂർ മുതൽ തുറവൂർ വരെയാണ്. അരൂർ ടു തുറവൂർ ആണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എലിവേറ്റഡ് ഹൈവേ ലൈന് നിലവിൽ വരുന്നത് എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയേ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം? എല്ലാവർക്കും ഉത്തരം അറിയാം. എല്ലാവർക്കും ഉത്തരം പറയാം. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ഭിവാഡി, ഓപ്ഷൻ സി ഫരീദാബാദ്, ഓപ്ഷൻ ഡി ഗാസിയാബാദ്. ഏതാണത്? ഓപ്ഷൻ എ ഡൽഹി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും ഉയർന്ന തോതിൽ വായു മലിനീകരണം നേരിടുന്ന ഇന്ത്യൻ നഗരം ഡൽഹിയാണ്. രണ്ടാം സ്ഥാനം എവിടെയാണ്? ഹരിയാനയിലാണ്. ഹരിയാനയിലെ ഫരീദാബാദ് ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ വായു മലിനീകരണ സ്ഥാനത്തേക്കുന്ന രണ്ടാം സ്ഥാനത്തേക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദ് ആണ്. മൂന്നാം സ്ഥാനത്തേക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ആണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ആണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യകാല നാമം, ഹരിയാനയുടെ ആദ്യകാല നാമം എന്തായിരുന്നു? ബഹുധാന്യക. അപ്പൊ ബഹുധാന്യക എന്ന ആദ്യകാല നാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഹരിയാനയാണെന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഏത് പേയ്മെന്റ് സർവീസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത്? ഓപ്ഷൻ എ ബജാജ് ഫിനാൻസ്, ഓപ്ഷൻ ബി എയർടെൽ പേയ്മെന്റ് ബാങ്ക്, ഓപ്ഷൻ സി ആദിത്യ ബിർള ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്.
ഏത് പേയ്മെന്റ് സർവീസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത് ഏത് പേയ്മെന്റ് സർവീസ് ആണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ്. ഏത് പേയ്മെന്റ് സർവീസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത്? ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്. ഏതാണ്? ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്. NPCIയുടെ സഹകരണത്തോടെയാണ് ഇത് ആരംഭിച്ചത്. എന്താണ് NPCI എന്ന് പറയുന്നത്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് NPCI. NPCIയുടെ സഹകരണത്തോടെയാണ് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ഇന്ത്യയിലെ ആദ്യത്തെ UPI ATM ആരംഭിച്ചത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് ബ്രിക്സ്. ബ്രിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ആണ് പറയുന്നത്. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആയിരുന്നു 2023 ബ്രിക്സ് ഉച്ചകോടി വേദി എന്ന് പറയുന്നത്. ഇനി ബ്രിക്സിലെ അംഗങ്ങൾ എത്ര അംഗരാജ്യങ്ങളാണുള്ളത്? 10 അംഗരാജ്യങ്ങളാണുള്ളത്. ആദ്യം ഇത് രൂപീകൃതമായത് 2006 2006 ഈ ബ്രിക്സ് രൂപീകൃതമാകുന്നത്. ഇതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നതാണ് 2009 ജൂൺ 16. അപ്പൊ ബ്രിക്സ് രൂപീകൃതമായത് എന്നാണ് ചോദിച്ചാൽ 2006 ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് എന്നാണ് 2009 ജൂൺ 16. ഈ ബ്രിക്സ് രൂപീകൃതമായപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആ പേരിനകത്ത് തന്നെ ഉണ്ട്, BRICS. ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അല്ലെ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇപ്പോൾ അല്ലെങ്കിൽ അവസാനമായിട്ട് അംഗങ്ങളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, സൗദി, UAE, ഈജിപ്ത്, എത്യോപ്യ. അപ്പൊ മൊത്തം എത്ര അംഗരാജ്യങ്ങളുണ്ട്? 10 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ബ്രിക്സ് 2023 ബ്രിക്സ് ഉച്ചകോടി വേദിയായത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് ആണ്. ഇതിൽ എത്ര അംഗരാജ്യങ്ങളാണുള്ളത്? 10 അംഗരാജ്യങ്ങളാണ്. രൂപീകൃതമായത് 2006 ആദ്യ സമ്മേളനം നടന്നത് 2009 ജൂൺ 16. ബ്രിക്സ് നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. B for Brazil, R for Russia, I for India, C for China, S for South Africa. ഇപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട്? അല്ലെങ്കിൽ അവസാനമായി അംഗങ്ങളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, സൗദി, UAE, ഈജിപ്ത്, എത്യോപ്യ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് NDB ബാങ്ക് ആണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ബ്രിക്സ് കൂട്ടായ്മയുടെ, ബ്രിക്സ് രാജ്യങ്ങളുടെ അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ബാങ്ക് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, NDB അല്ലെങ്കിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ചൈനയിലാണ്, ഷാങ്ഹായ്. ചൈനയിലെ ഷാങ്ഹായ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടക. കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി കർണാടകയിലാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. കൂവേമ്പു എയർപോർട്ട് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അങ്ങനെയെങ്കിൽ കർണാടകയിലെ ശിവമോഗ എയർപോർട്ടിന്റെ പുതിയ പേരാണ് ഏത്? കൂവേമ്പു എയർപോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങളാ പറഞ്ഞേ. കർണാടകയിലെ ശിവമോഗ എയർപോർട്ടിന്റെ പുതിയ പേര് ഏതാണ്? കൂവേമ്പു എയർപോർട്ട്. കൂവേമ്പു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അങ്ങനെയെങ്കിൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേവഡിയ എയർപോർട്ടിന്റെ പുതിയ പേര്, കേവഡിയ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് അല്ല, കേവഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏതാണ്? ഏകതാ നഗർ എന്നാണ്. അപ്പൊ ഗുജറാത്തിലെ കേവഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏതാണ്?
ഏകതാ നഗർ. ഏതാണ്? ഏകതാ നഗർ. ഏകതാ നഗർ. ഗുജറാത്തിലെ കേവഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് കേവഡിയ നഗർ. സോറി, ഏകതാ നഗർ. കേവഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? ഏകതാ നഗർ. അങ്ങനെയെങ്കിൽ മുംബൈ ചർച്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്, മുംബൈ ചർച്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? എല്ലാവർക്കും അറിയാം. ഏതാ? CD ദേശ്മുഖ് സ്റ്റേഷൻ. CD ദേശ്മുഖ് സ്റ്റേഷൻ. മുംബൈ ചർച്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏതാണ്? CD ദേശ്മുഖ് സ്റ്റേഷൻ. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 3 എണ്ണ പറഞ്ഞേ. കർണാടകയിലെ ശിവമോഗ എയർപോർട്ടിന്റെ പുതിയ പേര് കുവെമ്പു എയർപോർട്ട്. രണ്ടാമത് ഗുജറാത്തിലാണ് കേവഡിയ റെയിൽവേ സ്റ്റേഷൻ. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കേവഡിയ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഏകതാ നഗർ എന്നാണ്. മുംബൈ ചർച്ച് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? CD ദേശ്മുഖ് സ്റ്റേഷൻ. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ജസ്റ്റിസ് ഫോർ നഹേൽ എന്ന ജനകീയ പ്രക്ഷോഭം നടന്ന രാജ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ചെക്ക് റിപ്പബ്ലിക്. ഓർക്കാൻ എളുപ്പമാണ്. നഹേൽ എന്ന കുഞ്ഞു കുട്ടി അല്ലെങ്കിൽ 17 വയസ്സായ അൾജീരിയൻ വംശജനായ നഹേൽ എന്ന കുട്ടിയെ ട്രാഫിക് പരിശോധനയ്ക്കിടയിൽ ഫ്രഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ചതിനെ തുടർന്നുണ്ടായ ഒരു പ്രക്ഷോഭമാണ് ജസ്റ്റിസ് ഫോർ നഹേൽ എന്ന് പറയുന്നത്. അപ്പം ഈ ജസ്റ്റിസ് ഫോർ നഹേൽ എന്ന ജനകീയ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതായിരിക്കും? ഓപ്ഷൻ സി ഫ്രാൻസ് ആണ്. ഓർക്കാലോ, ജസ്റ്റിസ് ഫോർ നഹേൽ എന്ന ജനകീയ പ്രക്ഷോഭം നടന്ന രാജ്യം ഫ്രാൻസ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഓപ്ഷൻ എ ഇന്ത്യയാണ് അല്ലെ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. ആരായിരുന്നു ഫൈനലിൽ? ആരൊക്കെയായിരുന്നു? ഇന്ത്യയും ശ്രീലങ്കയുമാണ്. ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായത്. 8ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത്. അപ്പൊ എത്രാമത്തെ തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത് എന്ന് ചോദിച്ചാൽ 8ാം തവണയാണ്. ഓർത്തോണെ, ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. പ്രസ്താവന ചോദ്യമാണ്. നമ്മൾ ഓരോ പോയിന്റ്സും പഠിച്ചിരിക്കുക. അപ്പൊ 8ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടുന്നത്. അടുത്ത ചോദ്യം, 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം. ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി ഇറാഖ്, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. 2024 സ്വവർഗരതി ക്രിമിനൽ കുറ്റമാക്കി ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇറാഖ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇറാഖ്. അടുത്തത് നമ്മൾ രമൺ മാഗ്സസെ കുറിച്ചാണ് പഠിക്കുന്നത്. രമൺ മാഗ്സസെ. എന്താണ് രമൺ മാഗ്സസെ എന്ന് പറയുന്നത്? അപ്പൊ 2023 രമൺ മാഗ്സസെ ആണ് നമ്മൾ പറയുന്നത്. ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന സമ്മാനമാണ് രമൺ മാഗ്സസെ പുരസ്കാരം. ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്ന എന്താണ്? രമൺ മാഗ്സസെ പുരസ്കാരമാണ്. അപ്പൊ 2023 രമൺ മാഗ്സസെ പുരസ്കാരമാണ് പറയുന്നത്. 2023 65ാമത് രമൺ മാഗ്സസെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ക്ലിയർ ആയോ? 2023 65ാമത് രമൺ മാഗ്സസെ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. ഈ രമൺ മാഗ്സസെ പുരസ്കാരം 2023 എത്ര പേർക്ക് ലഭിച്ചു? 5 പേർക്കാണ് ലഭിച്ചത്. 5 പേർക്ക്. അതിൽ ഒരാളാണ് ഡോക്ടർ രവി കണ്ണൻ, ഇന്ത്യയിലെ ഡോക്ടർ രവി കണ്ണൻ. രണ്ടാമത്തത് കോർവി രക്ഷന്ത്, ബംഗ്ലാദേശ്. കോർവി രക്ഷന്ത്, ബംഗ്ലാദേശ്. അടുത്തത് യുജീനിയെ ലെമോസ്, ടൈമോർ-ലെസ്റ്റി ആണ്. അടുത്തതാണ് മിറിയം കോറണൽ ഫെറർ, ഏക വനിത. ഈ 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഏക വനിത ഏതാണെന്നൊരു ചോദ്യം വരാം. അതാരാണ്? മിറിയം കോറണൽ ഫെറർ ആണ്. ഫിലിപ്പീൻസ് ആണ് രാജ്യം. അപ്പം മിറിയം
കോറണൽ ഫെറർ ആണ് 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച ഏക വനിത എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഏക വനിത ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2023 നവംബറില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. ക്ലിയർ ആയോ ചോദ്യം? തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2023 നവംബറില് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ഐസ്ലാൻഡ്, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഏതാണ് തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം? ഓപ്ഷൻ സി ആണ്, ഐസ്ലൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐസ്ലൻഡ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി. വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്ന കാരണത്താല് നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ഓപ്ഷൻ എ ഗുജറാത്ത് ഹൈക്കോടതി, ഓപ്ഷൻ ബി കേരള ഹൈക്കോടതി, ഓപ്ഷൻ സി കൊൽക്കത്ത ഹൈക്കോടതി, ഓപ്ഷൻ ഡി മദ്രാസ് ഹൈക്കോടതി. ഏതാണ്? ഓപ്ഷൻ ഡി മദ്രാസ് ഹൈക്കോടതിയാണ്. വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ 2024 ഫെബ്രുവരി കണക്കുകൾ അനുസരിച്ച് ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ ഉണ്ടായത് തമിഴ്നാട്ടിലാണ്. ക്ലിയർ ആയോ? 2024 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. അത് വെച്ച് നമുക്ക് ഓർക്കാം, വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ? ഓപ്ഷൻ എ ജെറാൾഡ് ആർ ഫോർഡ്, ഓപ്ഷൻ ബി INS വിക്രാന്ത്, ഓപ്ഷൻ സി RF ഗോലോക്കോ, ഓപ്ഷൻ ഡി JS നമുഷിയോ. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ, ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ. അതിന് കൂടെ തരാം. നമ്മൾ പറഞ്ഞു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ പറ്റി നമ്മൾ മുന്നൊരു ചോദ്യത്തിനകത്ത് പറഞ്ഞായിരുന്നു. ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തില് ഇസ്രയേലിന് സൈനിക പിന്തുണ നൽകിയ ഒരു കപ്പലാണ് ഈ കപ്പൽ. ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാഹിനി കപ്പൽ എന്ന് പറയുന്നത്? ജെറാൾഡ് ആർ ഫോർഡ് ആണ്. ഏതാണ്? ജെറാൾഡ് ആർ ഫോർഡ് ആണ്. അപ്പം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തില് ഇസ്രയേലിന് സൈനിക പിന്തുണ നൽകിയ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ജെറാൾഡ് ഫോർഡ് കപ്പലാണ്. US യുദ്ധക്കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, 2024 20 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം? ഓപ്ഷൻ എ മൈസൂർ ഖേദ, ഓപ്ഷൻ ബി നായർ സ്ത്രീ, ഓപ്ഷൻ സി മോഹിനി, ഓപ്ഷൻ ഡി സീത സ്വയംവരം. നോക്കൂ, 2024 20 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം ഏതാണ്? കാമുകന്റെ വരവും പ്രതീക്ഷിച്ച് ഊഞ്ഞാലാടുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണത്. ഏതാണത്? ഓപ്ഷൻ സി മോഹിനിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2024 20 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജാ രവിവർമ്മ വരച്ച ചിത്രം മോഹിനിയാണ്. അങ്ങനെയെങ്കിൽ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാവേലിക്കരയിലാണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. മാവേലിക്കര. അടുത്തത് നമ്മളെ ഇന്ത്യയുടെ അടിസ്ഥാന ആനുകാലികമാണ്. പറയുന്നത്. ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക, പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കുക. ഒന്നാമത്തത് അഘനാശിനി അഴിമുഖം കർണാടകയിലാണ്. അഘനാശിനി അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് കർണാടക. അടുത്തത് ലോങ് വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
തമിഴ്നാട്ടിലാണ്. ലോങ്വുഡ് ഷോല റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അടുത്ത കപിലേശ്വർ ക്ഷേത്രം. കപിലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? ഒഡീഷയിലാണ്. കപിലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മധ്യപ്രദേശിലാണ്. വെറും 4 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ്സിൽ, ഇനി വരും ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയും. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓരോ ക്ലാസ് വീതം പഠിച്ചു പോയാൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ 4 കാര്യം ഒന്ന് പഠിച്ചേ. ഏതൊക്കെയാണ്? അഘനാശിനി അഴിമുഖം കർണാടക. അഘനാശിനി അഴിമുഖം കർണാടക. കർണാടക. അഘനാശിനി അഴിമുഖം കർണാടക. ലോങ്വുഡ് ഷോല റിസർവ് വനം. ലോങ്വുഡ് ഷോല റിസർവ് വനം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ലോങ്വുഡ് ഷോല റിസർവ് വനം തമിഴ്നാട്ടിലാണ്. കപിലേശ്വർ ക്ഷേത്രം. കപിലേശ്വർ ക്ഷേത്രം എവിടെയാണ്? ഒഡീഷയിലാണ് അല്ലെ. കപിലേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മധ്യപ്രദേശിലാണ്. റാലാമണ്ഡൽ ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.